നമുക്ക് മാർക്കറ്റില് വലിയ അബദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചു കണ്ടോളൂ. നമുക്ക് പറ്റുന്ന ഒരുപാട് തെറ്റുകൾ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചേക്കാം. അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോയില് ചെറിയൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ദേ, ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെന്ന് കരുതുക. ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇത് പല രീതിയിൽ ഫോം ആകാം എന്ന് പറഞ്ഞിരുന്നു അല്ലെ? പല രീതിയിൽ ഫോം ആകാം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇതൊരു ഡെയിലി ക്യാൻഡിൽ ആണെന്ന് കരുതുക. ഇതൊരു ഡെയിലി ഗ്രീൻ ക്യാൻഡിൽ ആണെന്ന് കരുതുക. നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ, എന്നാൽ ഇതിന്റെ ഉള്ളില് ഇത് പല രീതിയിൽ ഫോം ആകും. ഫസ്റ്റ് ടൈപ്പ് ഞാൻ ദാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടൈപ്പ് എന്താണ്? ദേ, കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഫോം ആയാലും ഇതും ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്. ഇത് നോക്കി, കാരണം ഇത് ഇവിടെ ഓപ്പൺ ചെയ്തു, ദേ ഇവിടെ അപ് സൈഡ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇതിന്റെയും റിസൾട്ട് ഇതുപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ്. ഇത് നമുക്ക് ക്യാൻഡിൽ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. മൂന്നാമത് ഇനിയും ഉണ്ട്, മറ്റൊരു ടൈപ്പ് കൂടിയുണ്ട്. മാർക്കറ്റ് ദേ പെട്ടെന്ന് ഒരു അപ് സൈഡ് പോയി അവിടെ അങ്ങ് കൺസോളിഡേറ്റ് ചെയ്തു, ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് അവസാനിച്ചു. ഇതിന്റെയും റിസൾട്ട് ഇതുപോലൊരു ഗ്രീൻ ക്യാൻഡിൽ ആണ്. അപ്പൊ ഇത് മൂന്നും മൂന്ന് ടൈപ്പ് മാർക്കറ്റ് ആണ്. ഇത് മൂന്ന് ടൈപ്പില് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട, ട്രേഡ് ചെയ്യേണ്ട, അനലൈസ് ചെയ്യേണ്ട മാർക്കറ്റ് ആണ്. പക്ഷെ നമ്മൾ ക്യാൻഡിൽ നോക്കി കഴിയുമ്പോൾ, നമ്മൾ ഡെയിലിയിലൊക്കെ എടുത്ത് ക്യാൻഡിൽ നോക്കുമ്പോൾ ഇതിന്റെ മൂന്നിനും നമുക്ക് ഇതേ ഇങ്ങനെ ഒരൊറ്റ ക്യാൻഡിലായിട്ടേ കാണാൻ പറ്റൂ. ഡിഫറൻസ് മനസ്സിലാവൂല. അത് നോക്കുമ്പോൾ ഇത് മൂന്ന് കാറ്റഗറിയാണ്. കാരണം ഞാൻ ഇതേപോലെ മൂന്ന് ക്യാൻഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ, ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ, ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ. പക്ഷെ ഇതിന്റെ മൂന്നും ഇത് ഫോം ആയേക്കുന്നത്, ഈ ഒന്നാമത്തെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയേക്കുന്നതും രണ്ടാമത്തെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയേക്കുന്നതും ഈ മൂന്നാമത്തെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയേക്കുന്നതിന്റെയും ഉള്ളിലുള്ള സ്ട്രക്ചർ ഡിഫറെന്റ് ആയിരിക്കും. ഇതിന്റെ ഉള്ളിലുള്ള ഇപ്പൊ ഉദാഹരണത്തിന് ഇത് ഈ രീതിയിൽ ഫോം ആയ ക്യാൻഡിൽ ആയിരിക്കും, ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ രീതിയിൽ. അടുത്തതായിട്ട് ഈ രണ്ടാമത്തെ കണ്ടോ, ഇത് ഈ രീതിയിലായിരിക്കും ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ രീതിയിലായിരിക്കും. പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് ക്യാൻഡിലിന് നോക്കുമ്പോൾ മനസ്സിലാകോ? ഈ ഒരു ഡെയിലി ക്യാൻഡിൽ നോക്കി ഇത് മനസ്സിലാവോ? ഒരിക്കലും ഇല്ല. ഇതിനെ മൂന്നിനെ മൂന്ന് രീതിയിലാണ് ട്രീറ്റ് ചെയ്യണ്ടേ. അപ്പൊ ആദ്യമായിട്ട് ഫസ്റ്റ് ലെസൺ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ. അതായത് ഞാൻ ഇത് രണ്ട് റിമൂവ് ചെയ്യാണ്. ഈ രണ്ട് ഗ്രീൻ ക്യാൻഡിൽ റിമൂവ് ചെയ്യാണ്. ഈ രണ്ട് സ്ട്രക്ചറും ഞാനൊന്ന് റിമൂവ് ചെയ്യാണ്. ഈ രണ്ട് സ്ട്രക്ചർ ഉണ്ടോ, ഇത് രണ്ടും റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് തന്നെ ആദ്യം എടുത്തോളൂ. നമ്മൾ ജനറലി കണ്ടുവരുന്ന ട്രെൻഡിങ് മാർക്കറ്റ് എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്നില്ല. ഈ മാർക്കറ്റിനെ തന്നെ ആദ്യം എടുത്തോളൂ. ഈ ഒരു ട്രെൻഡിങ് മാർക്കറ്റിനെ തന്നെ ആദ്യം എടുത്തോളൂ. അപ്പോ ഈ ഒരു സ്ട്രക്ചർ എല്ലാവരും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് അപ് സൈഡ് പോണ ഒരു മാർക്കറ്റ് ആണെന്ന് കരുതാം. ഈ മാർക്കറ്റ് ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. പലർക്കും അറിയാത്ത കാര്യമാണ്. ഈ സ്ട്രക്ചർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ, ശരിക്കുള്ള മാർക്കറ്റ് തന്നെ കാണാം. ആദ്യം നമുക്ക് ഇതുപോലുള്ള ഒരു മാർക്കറ്റ് എവിടെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന കണ്ടോ, ഈ കാണുന്ന മാർക്കറ്റ് കണ്ടോ, ഈ ഒരു മാർക്കറ്റ് കണ്ടോ? ഇതെങ്ങനെയാണ് ഒന്ന് നോക്കി, ശ്രദ്ധിച്ച് കേട്ടോളൂ. സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇത് കണ്ടോളൂ. ഈ മാർക്കറ്റ് പോയിരിക്കുന്ന സ്ട്രക്ചർ ഉണ്ടോ? നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡ് പോയിരിക്കുകയാണ് അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് ഈ മാർക്കറ്റ് അപ്സൈഡ് പോയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ, അപ്പൊ ഇതിന്റെ ഡെയിലി ക്യാൻഡിൽ എങ്ങനെയാ ഫോം ആവുക? ഇതിന്റെ നമ്മൾ ഡെയിലി ടൈം, ഇതിപ്പോ 5 മിനിറ്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. 5 മിനിറ്റ്സ് ആണ്. ഇത് ഡെയിലിയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും. ഡെയിലിയിൽ കാണുമ്പോൾ ഗ്രീൻ ക്യാൻഡിൽ. ഇത് എല്ലാവരും ഇത് എങ്ങനെ അനലൈസ് ചെയ്യുന്നത്? ഈ ഗ്രീൻ ക്യാൻഡിൽ തൊട്ട് അടുത്ത ദിവസം കൂടെ നോക്കൂ. ഈ ഒരു ഡേയും കൂടെ നോക്കൂ. രണ്ടാമത്തെ ദിവസമാണിത്. ഈ ഡേയും കൂടെ ഒന്ന് നോക്കി, ഈ ഡേയും കൂടെ ഒന്ന് നോക്കി. കണ്ടോ? അതും സെയിം രീതിയിലല്ലേ ഫോം ആയേക്കുന്നത്. അതായത് ഇവിടെ ഈ ഏകദേശം ഈ റേഞ്ച് തുടങ്ങി ഇവിടെ അവസാനിച്ചു എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഒരു ഡേയും ഞാൻ ഇതൊന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഡേയും ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ട് ഡെയിലിയിൽ നമ്മൾ നോക്കുമ്പോൾ, ഡെയിലി ക്യാൻഡിലുകൾ നോക്കുമ്പോൾ ഇതുപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കരുതും ഇതൊരു ബുള്ളിഷ് മാർക്കറ്റ് ആണെന്ന്. നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്ന ഇതിനെ?
2 ദിവസം മാർക്കറ്റ് ഇതേപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്, നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. അങ്ങനെ അല്ല മാർക്കറ്റ് മനസ്സിലാക്കേണ്ടത്, അതല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ചെക്ക് ചെയ്യണം. ഈ പറയുന്ന ഈ ബുള്ളിഷ് സ്ട്രക്ചർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിനായിട്ട് നമ്മൾ ഞാനിപ്പോ എടുത്തേക്കുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ മുൻപ് പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, മുൻപ് പരിചയപ്പെട്ടിട്ടുള്ള ഇൻഡിക്കേറ്റർ, ആ ഒരു ഇൻഡിക്കേറ്റർ എടുത്ത് ആഡ് ചെയ്യണം. അതായത് നമ്മുടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിൽ പോയിട്ട് ട്രേഡിംഗ് വ്യൂവിൽ കിട്ടൂല, ബ്രോക്കർ ചാർട്ടിലേക്ക് കിട്ടത്തുള്ളൂ. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചർ ചാർട്ടിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ്. അപ്പോ ബ്രോക്കർ ചാർട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രോക്കേഴ്സിൽ അത് അവൈലബിൾ ആണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡില് ഫോം ആയേക്കുന്ന ഡേയില് എന്താ സംഭവിച്ചേക്കുന്നത് നോക്കി. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയേക്കുന്ന ഡേയിൽ, ഇതൊരു കംപ്ലീറ്റ് ഗ്രീൻ ക്യാൻഡിൽ ആണല്ലോ ഈ ഒരു ഡേ. ആ ഒരു ഡേയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കി. ഇത് മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സിന്റെ പൊസിഷൻ ആണ് ഈ കാണുന്നത്. അതെന്ത് ചെയ്തേക്കാണ്, ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്, കുറഞ്ഞിരിക്കുകയാണ്, ഡൗൺ സൈഡിലേക്ക് പോയിരിക്കുകയാണ്. മാർക്കറ്റ് ഗ്രീൻ ആണ്, മാർക്കറ്റ് നോക്കുമ്പോൾ എന്താണ്, ഗ്രീൻ ആണ്. ഇതിനെ നമ്മൾ പറയുന്നത് ഇതൊരു ഷോർട്ട് കവറിംഗ് ക്യാൻഡിൽ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ഫ്രഷ് ബൈയിങ് അല്ല, ഇതൊരു ബൈയിങ് ക്യാൻഡിൽ അല്ല. ഇത് ഗ്രീൻ ആണ്, പക്ഷെ ഇതൊരു ബൈയിങ് ക്യാൻഡിൽ അല്ല, തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ബൈയിങ് ക്യാൻഡിൽ അല്ല, ഇത് ബൈയിങ് ക്യാൻഡിൽ അല്ല. ഇത് മനസ്സിൽ ഓർത്ത് വെച്ചോളൂ, ഇത് ഫ്രഷ് ബൈയിങ് അല്ല, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ഈ കാണുന്നതോ, ഇത് ബൈയിങ് ആണോ നോക്കി. ആ ഒരു ഡേ നോക്കി, മാർക്കറ്റിലുള്ള ബിഗ് പ്ലേസിന്റെ പൊസിഷൻ ഡൗൺ സൈഡ് ആണ്. ഇതും ബൈയിങ് ക്യാൻഡിൽ അല്ല, ഈ 2 ക്യാൻഡിലും ബൈയിങ് അല്ല. മിക്കവാറും എല്ലാം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റില് ഈ മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില് പെട്ടെന്ന് 2 ഇതുപോലത്തുള്ള ഗ്രീൻ ക്യാൻഡിൽസ് കാണുമ്പോൾ പലരും ഇത് ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽസ് അല്ല, ഇത് അത്യാവശ്യം വലിയ ഗ്രീൻ ക്യാൻഡിൽസ് ആണ് ഈ 2 ഡേയില്. ഭൂരിഭാഗം ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച് പണമൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, 2 ദിവസം മാർക്കറ്റ് റിവേഴ്സ് ആയി, ഞാൻ ഇനി മാർക്കറ്റിലേക്ക് എൻ്റർ ആവാം, ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഷെയർസ് ഒക്കെ ബൈ ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് പലരും പോയിട്ട് ബൈ ചെയ്യും. ട്രാപ്പ് ആകാം. കാരണം ഇത് ബിഗ് പ്ലേയേഴ്സ് എൻ്റർ ആയിട്ടുള്ള മാർക്കറ്റ് അല്ല. കണ്ടോ, ഇത് ജസ്റ്റ് ഷോർട്ട് കവറിംഗ് ക്യാൻഡിൽസ് ആണ്. അത് കാണുമ്പോൾ ഗ്രീൻ കളർ ആയിട്ടേ കിട്ടുള്ളൂ, കാണുമ്പോൾ ഗ്രീൻ ആണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നമ്മള് നോക്കിക്കഴിയുമ്പോ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ എന്താ സംഭവിച്ചെന്നുണ്ടോ അതിനുശേഷം, ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. ഒരൊറ്റ വീഴ്ചയാണ് മാർക്കറ്റ്. അതിനുശേഷം 1 2 3 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഫോളോ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആൾറെഡി ഡൗൺ വന്നുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റ്, ഡൗൺ സൈഡിലേക്ക് കൊണ്ടിരുന്ന മാർക്കറ്റ് പെട്ടെന്ന് ഒരു 2 ഹ്യൂജ് ഗ്രീൻ ക്യാൻഡിൽ. ഭൂരിഭാഗം ആൾക്കാരും ഇതിനെ ബുള്ളിഷ് ആയിട്ട് കാണും. അപ്പൊ ഈ പറയുന്ന അപ്സൈഡ് സ്ട്രക്ചർ തന്നെ പല രീതിയിലുണ്ടെന്ന് കാണുക. ഇതുപോലെ ബിഗ് പ്ലേസിന്റെ പ്രസൻസ് ഇല്ലാതെ അപ്സൈഡ് പോണ ഡേയ്സും ഉണ്ട്. ഈ ഡെയിലി ക്യാൻഡിലുകളെ, ഇത്തരത്തിലുള്ള ഡെയിലി ക്യാൻഡിലുകളെ സൂക്ഷിച്ചു കൊള്ളുക. ഇത് നമ്മളെ അപകടത്തിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് ലോസ് വരുത്താം. നമ്മൾ ഇത് കണ്ടിട്ട് മാർക്കറ്റ് ബുള്ളിഷ് ആയതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മാർക്കറ്റ് അടുത്ത ഒരു വേവിന് മുൻപ്, അടുത്ത ഒരു ഡൗൺ സൈഡ് വേവിന് മുൻപുള്ള ഒരു അപ്സൈഡ് മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ ക്യാൻഡിൽ നോക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല. ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം നോക്കിയാൽ ചിലപ്പോൾ ഇത് കിട്ടില്ല ഒരാൾക്ക്. ഡേറ്റ കൂടി നോക്കുമ്പോൾ വ്യക്തമാവും, ഓക്കെ ഇത് ഫ്രഷ് ബൈയിങ് അല്ല. ഇവിടെ ഫ്രഷ് ബൈയിങ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ പറയുന്ന ഡേറ്റ, ഈ യെല്ലോ ലൈൻ കണ്ടോ, ഇത് അപ്സൈഡ് ആയിരിക്കും, ഇത് മുകളിലേക്ക് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രഷ് ബൈയിങ് അവിടെ നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയോ ട്രേഡിംഗ് മെത്തേഡോ ഒന്നുമല്ല, ഒരു ബേസിക് മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന ഒരു ടൂള് മാത്രമാണ്. ബേസിക് ആയിട്ട് മാർക്കറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞേ. ഇത് വളരെ അഡ്വാൻസ്, നമുക്ക് ഇത് ഇപ്പോഴും അറിയില്ല. ഈ ഒരു ഡേറ്റ നമുക്ക് ഇപ്പോഴും അറിയില്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസിൽ എന്തുമാത്രം മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആലോചിക്കുക. നമുക്ക് ഇപ്പോഴും ഈ ഡേറ്റ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഇത് കാണുന്നതിൽ. പക്ഷെ ഞാൻ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഇത് അറിയാത്തവര് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. നമുക്ക് ചിലപ്പോൾ 1 വർഷമായിട്ട് 1 2 വർഷമായിട്ട് മാർക്കറ്റിൽ നിന്നിട്ടും ഇതൊക്കെ ഇങ്ങനത്തെ ക്യാൻഡിൽ ആണ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, നമ്മൾ പഠിച്ച ബേസിൽ ഇനി എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, എന്തുമാത്രം തെറ്റുകൾ ഉണ്ടാവും. അത്തരം തെറ്റുകൾ തിരുത്തുക, അത്തരം തെറ്റുകൾ തിരുത്തി പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകൾ പഠിച്ച് തെറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ലോങ് ടൈമിൽ നമ്മൾ 5 10 വർഷം മാർക്കറ്റിൽ നിന്നാലും
മാർക്കറ്റിൽ നിന്ന് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അവസാനം എന്ത് ചെയ്യും? നമ്മൾ മാർക്കറ്റിന് കുറ്റം പറഞ്ഞ് മാർക്കറ്റിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അത് മാർക്കറ്റിന്റെ കുറ്റമല്ല, നമ്മൾ പഠിച്ച ബേസ് മുതലേ പഠിച്ചതിലുള്ള മിസ്റ്റേക്കുകളാണ്. ആ മിസ്റ്റേക്കുകൾ തിരുത്തം നമ്മൾ ശരിയാണെന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ കരുതുന്ന എന്താണ്, ഗ്രീൻ കളർ ക്യാൻഡിൽ എല്ലാം ബുള്ളിഷ് ആണ്, ഇതേപോലെ വിക്കൊന്നും ഇല്ലാതെ നല്ല സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ എല്ലാം ബുള്ളിഷ് ആണ്. അതല്ല റിയാലിറ്റി എന്നത് മനസ്സിലാക്കുക. എല്ലാ ഗ്രീൻ കളറും നമ്മളെ പറ്റിക്കും. നമ്മൾ പറയത്തില്ലേ ആട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ക്യാൻഡിലുകളാണ് ഇത്. കാണുമ്പോൾ ബുള്ളിഷ് ആണ്, പക്ഷെ അതിന്റെ ഉള്ളില് മറ്റു ചില പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഈ കാണിച്ചത്, ബിഗ് പ്ലേസിന്റെ പ്രസൻസ് ഇല്ലാത്ത ക്യാൻഡില്. ഇത് സ്വിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും ഈ കാര്യം ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു ബേസ് കാര്യം ഞാൻ പറഞ്ഞത്. ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ഇത് എത്ര പേർക്ക്, ചിലപ്പോൾ ചിലർക്ക് ഇത് അറിയാം, അവർക്ക് ബോറായിരിക്കും, ഉപകാരപ്പെടില്ലായിരിക്കാം. ഇത് ഞാൻ ഈ പറഞ്ഞത് എത്ര പേർക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളത് താഴെ പറയാ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത സ്ട്രക്ചർ ഇതിനെ പറ്റി ഇത്തരം മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യാനും കറക്റ്റ് നമുക്ക് എങ്ങനെയാണ് നല്ല ഒരു ബൈയിങ് അല്ലെങ്കിൽ നല്ല ലെവൽസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറഞ്ഞു, ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതിയാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ട് കാണാതെ അത് കമന്റിൽ പറയുക. കണ്ടിന്യൂ ഇതുപോലത്തുള്ള വീഡിയോസ് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അത് കമന്റിൽ പറയാ. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ബിലോ ഉണ്ടാവും. ഞാനത് ഫ്രീ കിട്ടുമ്പോൾ റിക്വസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് കേൾക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും ഈ പറയുന്ന ഒരു കാൻഡിഡേറ്റ് സ്ട്രക്ചർ, ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഓരോ സ്ട്രക്ചർ മാത്രം എടുത്തിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ ഓരോ സ്ട്രക്ചറിനും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ള സ്ട്രക്ചർ ഇങ്ങനെയല്ല അനലൈസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്ട്രക്ചർ, ബുള്ളി സ്ട്രക്ചർ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഡേറ്റ വെച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വീഡിയോ കാണാത്തത് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കണ്ടുനോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ കിട്ടുമ്പോൾ റിപ്ലൈ ഇടുന്നതായിരിക്കും. ചിലപ്പോൾ വീക്കെൻഡ്സിലൊക്കെ മാത്രമേ എനിക്ക് റിപ്ലൈ ഇടാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അപ്പൊ തന്നെ റിപ്ലൈ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഞാൻ ഫ്രീ ഉള്ളത് കൂടുതൽ വീക്കെൻഡ്സിലായിരിക്കും, ചിലപ്പോൾ അപ്പോഴായിരിക്കും റിപ്ലൈ കിട്ടുക കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ.